ജിൻഡോയെ ഒന്നും ഒരു കാലത്ത് മൈൻഡ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിച്ചവരൊക്കെയാണ് കേട്ടോ ഇപ്പൊ ജിൻഡോയ്ക്ക് കമ്പനി കൊടുക്കുന്നത്. ഞാൻ രാവിലെ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്, അതിനെ കുറിച്ച് പറയാം. പുറത്തുനിന്ന് വരുന്നവരുടെ അപ്രോച്ചില് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ലേ ഇവരൊക്കെ ഇപ്പൊ ജിൻഡോയുടെ പുറകെ കൂടിയിരിക്കുന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം നിങ്ങൾ കമന്റ്സ് ഇടുമ്പോൾ മാറും കേട്ടോ. നിങ്ങൾ കമന്റ് ഇടും ലൈവ് കണ്ടവരാണെങ്കിൽ. ഗബ്രിയും ജാസ്മിനും കഴിഞ്ഞാല് ജിൻഡോയുടെ ഏറ്റവും വലിയ എതിരാളി എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന അപ്സരയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്നൊക്കെ കണ്ടത് വെറും അപ്സര, ഫയർ അപ്സര, ഏഷ്ണി അപ്സര. ഇപ്പൊ ഉള്ളത് കാര്യം കാണാൻ ഏത് കാര്യം പിടിക്കുന്ന ഒരു അപ്സര. ഇന്നലെ ജിൻഡോ ഒറ്റയ്ക്കിരുന്ന് രാത്രി ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ പുറകിന്ന് വന്ന് കെട്ടിപ്പിടിച്ചുവെന്നോ പേടിപ്പിച്ചുവെന്നോ പിന്നെ അപ്സരയുടെ ഏതോ ഒരു സിദ്ധൂട്ടൻ ആണെന്ന് പറഞ്ഞ് അടിച്ചുവെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയുടെ അടുത്തിരുന്ന് രാവിലെ. പക്ഷെ ഇപ്പൊ ജിൻഡോയും ജാസ്മിനും തമ്മിൽ മറ്റൊരു അടിയും കൂടി പൊട്ടിയപ്പോ അവിടെ ഞാൻ അപ്സരയുടെ പേര് 1-2 തവണ കേട്ടു. ജിൻഡോ തമാശയ്ക്ക് പറഞ്ഞ എന്തോ ഒരു കാര്യം അത് ജാസ്മിന്റെ അടുത്ത് കൊളുത്തി കൊടുത്തു. അതാണ് ഇന്നത്തെ ജാസ്മിൻ ജിൻഡോ ക്ലാഷിന് കാരണം. അപ്സര കളിക്കുന്ന ഡബിൾ ഗെയിം തുറന്ന് കാണിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കളിയാണ്. ശ്രീരേഖ കളിച്ച് നോക്കി പാളിപ്പോയൊരു കളിയാണ്, ഔട്ടുമായി. ജിൻഡോ അത്രയും പേഴ്സണൽ ആയിട്ട് കടന്നു കയറി ജാസ്മിനെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ജോക്കായിട്ട് വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കാം ജിൻഡോ പിന്നെ സിജോയും പറഞ്ഞത്. അതിൽ അപ്സര മസാല ചേർത്ത് പിന്നെ ഏഷ്ണിയും കലക്കി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും അപ്സരയാണ് ഈ ഒരു വഴക്കിലെ നാരദൻ എന്നുള്ളത് മനസ്സിലായി.